ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഒന്ന് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്? മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഓവറോൾ എനർജി മജീഷ്യൻ കാർഡാണ്. നിങ്ങളോടുള്ള അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണ്? 4 ഓഫ് പെൻഡക്കിൾ ആണ്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? 9 ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളെക്കുറിച്ചിട്ടുള്ള അവരുടെ ഇപ്പോഴുള്ള അവരുടെ തോട്ട്സ് എന്താണ്? ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ എനർജി ഹെർമിറ്റ് ആണ്. പേജ് ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആണ്. ഓവറോൾ എനർജി നമുക്കൊരു മജീഷ്യൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് നമുക്കിവിടെ മജീഷ്യൻ കാർഡാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. മജീഷ്യൻ കാർഡ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ഇപ്പം അവരുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് നിങ്ങളായാലും അവരുടെ ലൈഫിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതായിക്കോട്ടെ, ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരിപ്പം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു മജീഷ്യൻ്റെ പവർ ആ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സണിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൻ്റെ മാനിഫെസ്റ്റ് കാരണമാണ്. ഈ പേഴ്സൺ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതുകൊണ്ടും മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒക്കെയാണ് നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ അവരിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം നേടാനുള്ളൊരു പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. ഇനി നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് എനിക്ക് ഹെർമിറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഹെർമിറ്റ് എന്ന് പറയുമ്പം നിങ്ങളിപ്പം നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിയിട്ടുള്ളൊരു നിങ്ങൾക്കൊരു പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു എനർജിയാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒറ്റപ്പെട്ടൊരു അവസ്ഥയിൽ ഇവിടെ കാണുന്നുണ്ട്, എലോൺ ആണ്. പക്ഷെ ആ ഒരു എലോൺ എന്നൊരവസ്ഥ പോലും നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ കണക്ട് ആയിട്ടുണ്ട്, ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഗോഡിൽ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പ്രൊസീജിയേഴ്സിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നു. ഇനി ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നമ്മൾ എടുത്തപ്പം 4 ഓഫ് പെൻഡക്കിൾ ആണ് നമുക്ക് വന്നത്. നിങ്ങളെ ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം വേറെ എവിടെയും പോവരുത്, നിങ്ങളുടെ സ്നേഹം സ്പ്രെഡായി പോവരുത്, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് അവർക്കിവിടെ വരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഒരു ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ സ്നേഹമാണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുമ്പം അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ ഇതൊരു മിസ്സിങ് എനർജിയും കൂടിയാണ്. അവർ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ, അതായത് നിങ്ങളോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു മിസ്സിങ് ഫീലിങ്സ് എല്ലാം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുന്നത് പോലെയാണ് അവരിയ്ക്കുന്നത്. അതിനെ പുറത്തോട്ട് പോകരുത്, അത് വേറെ എവിടെയും പോകരുത്, അവരിലേക്ക് അല്ലാതെ വേറെ എവിടെയും പോകരുത്. അതൊരു പൊസസീവ്നെസ്സും കൂടിയാണ് അവരുടെ ക്യാരക്ടറിൽ. ആൻഡ് നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് 9 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം 9 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജി വരുമ്പം ആക്ഷനകത്ത് നിങ്ങൾക്കൊരു ഹീലിംഗ് തരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീലിംഗ് തരും. അപ്പം ഈ റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുള്ള വേദനകൾ അവർ കാരണം നിങ്ങൾക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നോ അത് അവർക്കറിയാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇപ്പോഴും ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങളെ ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ ബ്രോക്കൺ ചെയ്തിട്ടുള്ള ഒരു ആളായിരിക്കാം ഈ വ്യക്തി. അപ്പം അവർക്ക് നിങ്ങൾക്കത് ഹീലാക്കി തരണം. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ നിങ്ങളെ അത് ഇപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്നുണ്ടാവായിരിക്കാം. ഇത്രയും സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തില്ല, അല്ലെങ്കിൽ എന്നെ ഇത്രത്തോളം വേദനിപ്പിച്ചില്ലേ എന്നൊരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരണം എന്നുള്ളതാണ് അവർ ഇപ്പം നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് അവർ വിചാരിക്കുന്നത്. ഹീൽ ചെയ്ത് തരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം തരിക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അഗൈൻ വരിക. അവർക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ, നിങ്ങളെ പൊസസീവ്നെസ് കൊണ്ട് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന ഒരു സ്വഭാവം, നിങ്ങളെ കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്കൊരു ബാലൻസിൽ നിർത്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയായി നല്ലത് ആക്കിയെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് തരിക, റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് തരിക. അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ. നിങ്ങളോടുള്ള തോട്ട്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ഇത് ജീവിതത്തിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഈ റിലേഷൻഷിപ്പിനെ എത്തിക്കുക. അതായത് നിങ്ങൾ ഒരു റീബേർത്ത്, ഓക്കെ, പഴയത് ഇവിടെ പുതിയതിലേക്ക് പോവുക, ഒരു റീബേർത്ത് പോലെ, ന്യൂ ബിഗിനിങ് പോലെ എത്തിക്കാണ്ട്, അതുപോലെ മാരേജ് പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മാരീഡ് പേഴ്സൺസ് ഒന്നും അല്ല, നിങ്ങൾ മാരേജ് പോലത്തെ കാര്യങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങൾക്കിത് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ മാരേജ് പോലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഇപ്പം നിങ്ങൾ ഒരു എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ മാരീഡ് പേഴ്സൺ നിങ്ങളായിരുന്നു എങ്കിൽ എന്നുള്ള രീതിയിൽ, ആ ഒരു പാർട്ട്ണർ നിങ്ങളായിരുന്നു എങ്കിൽ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് പേജ് ഓഫ് സോഡ്സിന്റെയും അതുപോലെ തന്നെ 7 ഓഫ് സോഡ്സിന്റെയും 3 ഓഫ് പെൻഡക്കിളിന്റെ എനർജിക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരിക, ഒരു കോണ്ടാക്ട് ഒക്കെ ബ്ലോക്കാണ്, നിങ്ങളെ വിളിക്കുന്നില്ല, മെസ്സേജ് ഇല്ല, അല്ലെങ്കിൽ ഫുൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്, കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ആഗ്രഹിക്കുന്ന കാർഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ബോട്ടം ഓഫ് ദ ഡെക്കിലെല്ലാം അവരുടെ ഫീലിങ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ ഫീലിങ്സിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരുപാട് സ്നേഹമാണ്, നിങ്ങളുടെ സ്നേഹത്തിൽ അവർ ഭയങ്കര പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, മറ്റുള്ളവരടുത്തൊന്ന് പോവരുത്, മറ്റുള്ളവർക്ക് ആ സ്നേഹം പോവരുത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അത് അവർക്ക് സ്നേഹം കൂടുതലായതുകൊണ്ടാണ് നല്ല രീതിയിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് നമുക്ക് ഫീലിങ്സ് ഫുൾ ബോട്ടം ഓഫ് ദ ഡെക്കിലും ഫീലിങ്സ് തന്നെയാണ് കാണുന്നത്, ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് കാണുന്നത്. ഓക്കെ, ഇത് ഒരു ചെറിയ റീഡിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.